നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ സ്റ്റാഫിംഗ് എന്താണ്, നമ്മൾ കുറച്ച് പോയിന്റ്സും ടേംസും അതിലുള്ള ഓവറോൾ ഒരു 90% കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിൽ മീനിങ്സ്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, മാൻ പവർ പ്ലാനിങ് എങ്ങനെയാണ്, ജോബ് അനലൈസിങ് എങ്ങനെയാണ്, റിക്രൂട്ട്മെന്റ്, വേരിയസ് സോഴ്സസ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് എങ്ങനെയൊക്കെയാണ്, സെലക്ഷൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, പ്ലേസ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. എന്താണ് ഇതിലുള്ള നെക്സ്റ്റ് ടേം ആണ് വരുന്നത്. എന്താണ് പറയുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരെ നമ്മൾ പഠിച്ച് നിർത്തി. ആ ഒരു നിർത്തിയതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെ ഒരു എംപ്ലോയി വന്ന് നമ്മളെ ഓർഗനൈസേഷനിൽ സീറ്റ് ഒന്ന് ഇരുന്നൂന്ന് കരുതിയിട്ട് എന്താണ് അയാൾക്ക് ആ ഒരു ജോബിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനെ പറ്റി കോപ്പപ്പ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനാണ് ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. then എന്താണ് ട്രെയിനിങ്സ് കൊടുത്തതിന് ശേഷം പിന്നെ അദ്ദേഹം വർക്കിൽ കയറി കഴിഞ്ഞാൽ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അദ്ദേഹത്തിന്റെ കറണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കിംഗ്, അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. ഷെഡ്യൂൾ അനുസരിച്ച്, അതേപോലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിനനുസരിച്ചിട്ടാണോ, അതേപോലെ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ഹാർഡ് വർക്കാണോ സ്മാർട്ട് വർക്കാണോ എന്നുള്ള ആ ഒരു ടൈപ്പിലുള്ള ഇവാലുവേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എന്ത് പെർഫോമൻസ് അപ്രൈസൽ. അപ്രൈസൽ എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു ചെറിയൊരു ടേമിൽ പറയുന്നത്. ഇതിനെന്താണ് കോമ്പൻസേഷൻ. ആരും എന്താണ് വെറുതെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ എന്താണ് എനർജി വേസ്റ്റ് ആക്കൂല. എങ്ങനെ കോമ്പൻസേഷൻ കിട്ടും എന്നുള്ള രീതിയിലാണ് ആരും എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ട് പൈസ ഒന്നും കിട്ടൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒരിക്കലും ഒരു പണിക്ക് പോവില്ല. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ refers to a wide range of financial and non-financial rewards to employees. എംപ്ലോയീസിന് റിവാർഡ് ആയി കൊടുക്കണം എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ എന്താണ് കാര്യങ്ങളാണ്. ഒരു വൈഡ് റേഞ്ച്, എത്ര റേഞ്ച് എന്ന് പറയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ബേസിക് പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാകും. അതായത് അത് നിർബന്ധമാണ്, ഫിക്സ്ഡ് എമൗണ്ട്, സാലറി, വേജ്, ഇതിനനുസരിച്ച്. സാലറി ഇല്ലാതെ ആരെങ്കിലും പണിക്ക് പോകുമോ? ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്താണ് സാലറി ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് സപ്ലിമെന്ററി കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ചില ടാസ്കുകൾ അച്ചീവ് ചെയ്താൽ ചില ലൈനിൽ നിന്ന് ഒരു മാർജിൻ നമ്മൾ മോറായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് എന്ത് സപ്ലിമെന്ററി കോമ്പൻസേഷൻ. ദെൻ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രൊമോഷൻ എന്ന് പറയുന്ന ടേം അതിലെന്താണ് റെഫേഴ്സ് ടു ദ അഡ്വാൻസ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു ഹയർ ലെവൽ ഓർ പൊസിഷൻ. ഹൈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഹൈ പൊസിഷനിലേക്ക്, ഒരു താഴെ നിന്നിരുന്ന ഒരാള് അയാളുടെ ആ ഒരു പൊസിഷനിലേറെ മുകളിലുള്ള ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ അതിനാണ് എന്ത് പറയാ പ്രൊമോഷൻ എന്ന് പറയാം. എന്നാൽ ട്രാൻസ്ഫർ ആണെങ്കിലോ, ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ സെയിം പൊസിഷന് അതേ പാരലായിട്ടുള്ള മറ്റൊരു പൊസിഷനിലേക്ക് നീങ്ങാം. ഒരാൾ എന്താണ് സെയിൽസിന്റെ സൂപ്പർവൈസർ ആയിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പർച്ചേസിക്കുള്ള സൂപ്പർവൈസർ ആക്കി മാറ്റാം. അതായത് ആ ഒരു രീതിക്കാണ് സെയിം ലൈനിലുള്ള എന്താണ് ചേഞ്ചിങ്ങിനെയാണ് എന്ത് പറയാ ട്രാൻസ്ഫർ എന്ന് പറയാ. എന്നാൽ പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൈ പൊസിഷനിലേക്ക്, ഹൈ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. അതിനാണ് എന്ത് പറയാ പ്രൊമോഷൻ എന്ന് പറയാം. ഇത് രണ്ടും മാറരുത്. ഓക്കെ, അതാണ് നമ്മൾ എന്തില് പറഞ്ഞു കഴിഞ്ഞത്. സ്റ്റാഫിങ്ങിന്റെ കാര്യം എല്ലാതും ഏകദേശം കഴിഞ്ഞു. പിന്നെന്താണ് ഡയറക്റ്റിങ്. ഇപ്പോൾ ഒരു എംപ്ലോയിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ഇനി കൊടുക്കണമല്ലോ ആ ഒരു എംപ്ലോയിക്ക്. ആ ഒരു എംപ്ലോയിക്ക് എങ്ങനെയാണ് നമ്മൾ ടാസ്ക് കൊടുക്കുക, എങ്ങനെ കൊടുക്കുക, ഒരു ഡയറക്ഷൻ കൊടുക്കണം. നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ചിട്ട് ആർക്കും എന്താണ് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ കീഴിൽ പണിയെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സുപ്പീരിയേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സബോർഡിനേറ്റ്സ് ആയ എംപ്ലോയീസ് ആയിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ എന്താണ് ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻ. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന റൂട്ട് വഴിയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ് സൂപ്പർവൈസിങ്. നമ്മൾ ഒരു ഇഷ്യൂ ചെയ്തു എന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തൻ്റെ ടീമിന് പറഞ്ഞു കൊടുക്കാൻ ഒരു സൂപ്പർവൈസർ, സൂപ്പർവിഷൻ എപ്പോഴും നമ്മളൊരു വീക്ഷണത്തിലാണ് ഉണ്ടാകുക. ഇതെന്താണ് ഇൻസ്പയറിംഗ് ടു ദം ടു മീറ്റ് ദ മാനേജേഴ്സ് എക്സ്പെക്ടേഷൻ. മാനേജർ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടാകും, അതിനനുസരിച്ച് ആ ഒരു വർക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുക. എന്താണ് ലീഡർഷിപ്പ്. ഒരു പ്രോപ്പർ ലീഡർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലീഡർ എങ്ങനെ ഒരു ക്ലാസ്സിൽ, ഇപ്പൊ ഒരു ക്ലാസ് എന്ന് വിചാരിക്കുക, ഒരു ക്ലാസ്സിൽ ഒരു ലീഡർ ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ അടുത്തുള്ള നിർദ്ദേശങ്ങൾ എന്താണ് ആ ലീഡർക്ക് കൊടുക്കുക. അപ്പൊ ആ ലീഡർ എന്ത് ചെയ്യും, ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇത് നമുക്ക് അനുസരിച്ചിട്ട് ചെയ്യാം, ലീഡ് ചെയ്യുക.
എങ്ങനെ എംപ്ലോയീസിന്റെ ഒപ്പം നിന്നിട്ട് എംപ്ലോയീസിനെ ലീഡ് ചെയ്യുക. അതാണ് ഈ ഒരു ഡയറക്റ്റിംഗിന്റെ മീനിങ് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ്, ഡയറക്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടോ, ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്, ഒരു എംപ്ലോയിനെ കൊടുത്തിരുത്തി പണിയെടുക്കാൻ പറഞ്ഞാൽ പോരെ, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നോക്കാം. ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കലും അതിന് സൂപ്പർവിഷൻ ചെയ്യലും ഒക്കെ എന്താണ്, ആ ഒരു ഗിവൺ ടാസ്ക്, എന്തെങ്കിലും ഒരു ടാസ്ക് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടും അതേപോലെ തന്നെ ടൈമിനനുസരിച്ചിട്ടും ആസ് പെർ ഷെഡ്യൂളിനനുസരിച്ചിട്ട് നമുക്കത് എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. then എന്താണ് സബോർഡിനേറ്റ്സിന് നെസസറി ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുക. അപ്പൊ എന്താണ് ഒരു ത്വര ഉണ്ടാവും, നമുക്ക് നമ്മളെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് പുറത്ത് കാണിക്കണം എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ത്വര ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. then എന്താണ് ഡിസിപ്ലിൻ ആൻഡ് റിവാർഡിങ് ദോസ് ഹു ഡു വെൽ. ഇങ്ങനെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒരു ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ചിലപ്പോൾ അയഞ്ഞ മട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു രീതിയിൽ ഡിസിപ്ലിൻ വരും. ഫസ്റ്റ് ഇത് ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക. ഡിസോർഡർ ആയി കിടക്കുന്ന ഒരു സംഭവത്തിനൊക്കെ നമുക്ക് ഓർഡറിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. then എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കുക, നമ്മൾ നല്ലൊരു റിവാർഡിങ്, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഗിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ കൊടുക്കുക. then ഡയറക്റ്റിംഗിൽ നമ്മൾ സൂപ്പർവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടു മേക്ക് ഷുവർ ദാറ്റ് വർക്ക് ഈസ് പെർഫോം അക്കോർഡിംഗ് ടു ദ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും അനുസരിച്ചിട്ടാണോ വർക്ക് ചെയ്യണത് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു രീതിയിൽ ആ ഒരു നോംസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് റെഗുലേഷൻസ് എന്തെങ്കിലും പുറത്തുനിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ എന്തിനു പറ്റും, ഈ ഡയറക്റ്റിംഗിന് പറ്റും. അതുകൊണ്ടാണ് എന്തുള്ളത് നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതിൽ പറയുന്നത്. ഇൻഡിക്കേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ആൾസോ ഇൻഡിവിജ്വൽ ഗോൾസ് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെ സൂപ്പർവിഷൻ ഡയറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നല്ല രീതിയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വലും ഓരോ എംപ്ലോയീസും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ഗോളും രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയാക്കി നടത്താൻ പറ്റും. Directing involves leadership and essential helps in creating appropriate work environment and build up team spirit. ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു മോട്ടിവേഷന്റെ കുറവോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷന്റെ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ പറ്റൂല. എന്താണ് എംപ്ലോയീസ് പൊതുവെ അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് ഭയങ്കര നെഗറ്റീവാണ്, ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും മോട്ടിവേഷനും എല്ലാവർക്കും അതേപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ്, ഒരാള് ആജ്ഞ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലീഡർ അത് ചെയ്യ് ഇത് ചെയ്യ് ഇങ്ങനല്ല അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ആജ്ഞാപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് പൊതുവെ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ ഒരു മടുപ്പ് വരും. എന്താ ഇത് രാജാവാണോ, നമ്മൾ വെറുതെ പണിയെടുക്കാനായിട്ട്, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ അപ്പൊ എന്താണ് ഇപ്പൊ ലീഡർ നമ്മളൊപ്പം വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമ്മളും കൂടിയും നമ്മളും അതിൽ ഉള്ള ഒരു ഇവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്താൽ അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് അയാൾ കഷ്ടപ്പെടുന്നുണ്ട്, അയാളൊപ്പം എന്തായാലും നമ്മൾ കൂടിക്കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. മൊത്തത്തിൽ ഒരു എല്ലാവർക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്പിരിറ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ് നല്ലൊരു വർക്ക് എൻവയോൺമെന്റും കിട്ടും. ഇന്ന് എന്തായാലും പോകണം, ഇന്ന് ഇങ്ങനെ വർക്ക് ഇത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ പ്ലാനിങ്ങും ലീവ് അതേപോലെ തന്നെ കൊഴിഞ്ഞു പോക്ക് എന്നൊക്കെ പറയും എംപ്ലോയീസിന്റെ ഇടയിൽ, എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചിട്ട് നമുക്ക് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ദെൻ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് എലമെന്റ്സ്? കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള പോയിന്റ്സ് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം. കമ്മ്യൂണിക്കേഷൻ എന്താണ്? എപ്പോഴും അതിലൊരു സെൻഡറും ഒരു റിസീവറും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ അവർക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു മെസ്സേജ്, ആ ഒരു ഇൻഫോർമേഷൻ എന്താണ് റിസീവറിന്റെ കയ്യിലെത്തും. ആ റിസീവർക്ക് എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടാകും, ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകും. അതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പാലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല, ഒരു 2-way കണക്ഷൻ ആണ് അത്. അപ്പൊ ഇതിന്റെ കൺട്രോൾ പ്രോസസ് എങ്ങനെയാ ചോദിച്ചാൽ ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, ഒരു മെഷർ ചെയ്യും, പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. then എന്താണ്
കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. മെഷർ ചെയ്ത കാര്യവും അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത കാര്യം കൂടിയും എന്ത് ചെയ്യും, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ദെൻ അസർട്ടൈനിങ് റീസൺ ഫോർ ഡീവിയേഷൻ. എങ്ങനെയാലും ഒന്നെങ്കിൽ ഫിക്സ് ചെയ്ത ഒരു രീതിയിൽ നിന്ന് കൂടുതലാകും, അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്ത രീതിയിൽ നിന്നും കുറവാകും. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു ഡീവിയേഷൻ വന്നത്, ആ ഒരു ചേഞ്ച് വന്നത് എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക. അതിന്റെ റീസൺസ് എന്താണ് അസർട്ടൈൻ ചെയ്യുക. പിന്നെ എന്താണ് കറക്റ്റീവ് ആക്ഷൻ. അതിൽ എന്ത് ചെയ്താലാണ്, ഇപ്പൊ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലാണ് നമുക്ക് കൂട്ടാൻ പറ്റുക. ദെൻ എന്താണ് കൂടിയതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തതുകൊണ്ടാണ് അത് കൂടിയത്. അപ്പൊ കൂടുമ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് ടാസ്കിൽ അത് എന്താണ് അതിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് എവിടെ ഈ ഒരു കൺട്രോൾ പ്രോസസ്സിൽ പറയുന്നത്. പിന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഹെൽപ്സ് എംപ്ലോയീസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾ ക്ലിയർലി ആൻഡ് പെർഫോം എഫക്റ്റീവ്ലി. ഒരാളോട് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ആ കാര്യം. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ എന്ത് ഹെൽപ്പ് ചെയ്യും, ക്ലാരിറ്റി കിട്ടും. എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ടാസ്കിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ദെൻ helps in achieving coordination and mutual understanding in terms, leads to industrial harmony and increased productivity. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കോർഡിനേഷനും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ലീഡ്സ് ടു ഇൻഡസ്ട്രിയൽ ഹാർമണി. ഒരു നല്ലൊരു ഒരു എന്ത് കിട്ടും, നല്ലൊരു ബോണ്ടിങ് കിട്ടും. നല്ല രീതിയിൽ അവർക്ക് എന്താണ് ഒരു ബോണ്ടിങ്, ഒരു ഗ്രൂപ്പിസം നല്ല ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്പിരിറ്റ് കിട്ടും. ദെൻ എന്താണ് ആ ഒരു സ്പിരിറ്റ് കിട്ടിയ വഴി എന്താണ് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്സ് മാനേജറിയൽ എഫിഷ്യൻസി ആൻഡ് എൻഷുർസ് കോപ്പറേഷൻ ഓഫ് ദി സ്റ്റാഫ്. ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് മാനേജറിയൽ എഫിഷ്യൻസി ആൻഡ് എന്താണ് കോപ്പറേഷൻ ഓഫ് സ്റ്റാഫ്സിന്റെ എംപ്ലോയീസിന് എന്താണ് നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷനും കൂടി കിട്ടും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ മോൾഡിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിൽഡിംഗ് അപ്പ് എംപ്ലോയീസ് മൊറൈൽ. ഒരു മൊറൈലായിട്ടുള്ള അവരുടെ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. എന്താണ് ആറ്റിറ്റ്യൂഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് മീൻസ് ത്രൂ വിച്ച് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റീസ് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു എല്ലാതും ഒരു പൊസിഷനിലാണ്, ഒരു ഓർഗനൈസേഷനിൽ ഇന്ന പൊസിഷനിലാണ് എല്ലാതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആരൊക്കെ സുപ്പീരിയേഴ്സ് ഉണ്ട്, സബോർഡിനേറ്റ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെതായ എംപ്ലോയീസ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു ഡീസെൻട്രലൈസേഷൻ, ആ ഒരു പരക്കെയുള്ള ഒരു സംസാരം കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്താണ് സക്സസ്ഫുൾ അക്കംപ്ലിഷ്ഡ് ഇൻ ഓർഗനൈസേഷൻ. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ദെൻ ഏതൊക്കെ ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നോക്കാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഓർഗനൈസേഷനിൽ വലിയ സുപ്പീരിയേഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ സബോർഡിനേറ്റ്സ്, അതേപോലെ തന്നെ അതിന് താഴേക്ക് എന്താണ് ആളുകളുണ്ട്. അപ്പൊ മിഡിൽ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് സബോർഡിനേറ്റ്സ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഫോർമലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മേലധികാരത്തിൽ നിന്ന് നമുക്കൊരു ഇൻഫോർമേഷൻ വരണോ, അത് പിന്നെ അതിന്റെ താഴേക്ക് പോകണം, അതിന്റെ ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിലോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്, ഒരു ഗ്രൂപ്പിസത്തിന്റെ പുറത്ത് കുറച്ചും കൂടി ഫ്രീഡത്തിൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻക്ക് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ രീതിയിൽ പറയാം. അപ്വാർഡ്, താഴെ നിന്ന് മേലേക്ക് പോകാം. ദെൻ ഡൗൺവാർഡ്, മേലെ അധികാരത്തിൽ നിന്ന് താഴത്തേക്ക് എന്ത് വരാം, സംസാരങ്ങൾ വരാം. ദെൻ എന്താണ് ഹൊറിസോണ്ടൽ, ഡയഗണൽ, എങ്ങനെയും വരാം, ഹൊറിസോണ്ടൽ ആയിട്ട് വരാം. എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് യൂസ്ഡ്, ഏതൊക്കെ മോഡിൽ നമുക്ക് സംസാരിക്കാം. വെർബൽ, സംസാരം, വാക്കുകൾ കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓറൽ, അങ്ങനെ സംസാരിക്കാം. റിട്ടൺ, എഴുതിയിട്ട്. ഓറൽ എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ട്, വെർബൽ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റേഴ്സ്, എന്തെങ്കിലും ആക്ഷൻസ്, ആംഗ്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്കസ്. Then formal and informal communication, the parts of communication which are based on relationship established formally, okay, by management are the formal channel. Formal channel വഴി എന്ത് വരിക, നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് വരിക. എങ്ങനെയൊക്കെ, ജനറൽ മാനേജർ കമ്മ്യൂണിക്കേറ്റ് എ ഡിസിഷൻ ടു ദി പ്രൊഡക്ഷൻ മാനേജ്മെന്റ് and issue orders and instruction to foreman. അതായത് ജനറൽ മാനേജർ പ്രൊഡക്ഷൻ മാനേജർക്ക് അവിടുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ വരിക. പിന്നെന്താണ് ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ റിലേഷൻസ് എമംഗ് സ്റ്റാഫ് ഈസ് കാൾഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് എങ്ങനെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു സ്കൂളായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമായിട്ട് ഇതാക്കുക. ദെൻ ഫോർമൽ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പള് ക്ലാസ് ടീച്ചർക്ക് മെസ്സേജ് കൊടുക്കും, ക്ലാസ് ടീച്ചർ പിന്നെ എന്താണ്
ആ ഒരു ക്ലാസ്സിലെ ലീഡർക്ക് കൊടുക്കും ആ ഒരു ഇൻഫോർമേഷൻ. എന്നിട്ട് ക്ലാസ് ലീഡർ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കുട്ടികൾക്കും കൂടിയും കൊടുക്കാം. എന്നാൽ ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സോഷ്യൽ റിലേഷന്റെ പുറത്ത് എന്ത് ചെയ്യുക, അവർ സംസാരിക്കുക, കൂട്ടുകൂടുക. ഇപ്പോൾ സൂപ്പർവൈസർ ആവട്ടെ, ടീച്ചർ ആവട്ടെ, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ടോക്കിൽ സംസാരിക്കാം. ദെൻ അപ്വാർഡ്, ഡൗൺവാർഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഡയഗണൽ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് അപ്വാർഡ് എന്ന് പറയാം? ഫ്രം ബോട്ടം ടു ടോപ്പ്, ബോട്ടം ലെവലിൽ നിന്നും ടോപ്പ് ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ലീവ് വേണം, അപ്പൊ അയാൾ എന്താണ്, അയാളുടെ മാനേജർ കൊടുത്തു, ആ മാനേജർ എന്താണ് അതിന് മേലധികാരികൾ കൊടുത്തു. അങ്ങനെ ആ ഒരു ബോട്ടത്തിൽ നിന്നും ടോപ്പിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയാ, അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഡൗൺവാർഡ് എന്ന് പറയുന്ന ഹയറാർക്കി, ഒരു സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്, സുപ്പീരിയർ, മിഡിൽ, അതിന്റെ സബോർഡിനേറ്റ്സ്, ദെൻ വർക്കേഴ്സ്, എംപ്ലോയീസ്, ആ ഒരു ടൈപ്പിലുള്ള എന്ത് ടോപ്പ് ടു ബോട്ടം ആണ് എന്ത് ഡൗൺവാർഡ്. ടോപ്പ് ടു ബോട്ടം, താഴേക്ക് ഇറങ്ങുമ്പോൾ ഡൗൺവാർഡ്. അപ്വാർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ടോപ്പിക്ക് മേലേക്ക്, അപ്പൊ എന്താണ് അപ്വാർഡ്. ഹൊറിസോണ്ടൽ is known as flow of communication. Communication is among people of same rank and status. സെയിം റാങ്ക് ആൻഡ് സ്റ്റാറ്റസിന്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, ഇപ്പൊ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ടോക്കിനാണ് എന്ത് പറയാ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ പറയാ. എന്താണ് ഡയഗണൽ? ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ നെയ്തർ ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ് ഓർ നെയിം സെയിം. ഡയഗണൽ എന്ന് പറയാ ചെറ വർത്താനം പറയാം. ഒരു ക്ലാസ്സിൽ ലീഡർ ആവട്ടെ, ഗേൾസ് ആവട്ടെ, ബോയ്സ് ആവട്ടെ, ടീച്ചറിനോടാവട്ടെ, അങ്ങനെയുള്ള ആ ഒരു ടൈപ്പില് ഡയഗണൽ, റാങ്കോ പൊസിഷനോ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ. എന്നാൽ അതേസമയം അത് ഹൊറിസോണ്ടൽക്ക് വരുമ്പോൾ സെയിം റാങ്കിലുള്ള, സെയിം ലെവലിലുള്ള ആൾക്കാരോടുള്ള കമ്മ്യൂണിക്കേഷൻ. ദെൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ടോക്ക് ടു their subordinates either face to face or telephone or may send letters issuing notice or memos. മെമ്മോസ്, നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട്, ലെറ്റേഴ്സ് കൊടുത്തിട്ട്, ഒന്നെങ്കിൽ ഫേസ് ടു ഫേസ്, അല്ലാന്നുണ്ടെങ്കിൽ ടെലിഫോണിൽ കൂടെ ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്? വെർബൽ അല്ലാത്ത, സംസാരം ഇല്ലാത്ത ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ്, വേവ് ഓഫ് ഹാൻഡ്, ഇങ്ങനെ കാണിച്ചു, ഹായ്, ഒന്നും പറഞ്ഞില്ല, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, ഹായ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവിടെ. ദെൻ എന്താണ്, സ്മൈല്, ജസ്റ്റ് എങ്ങനെ ഓക്കെ അക്സെപ്റ്റഡ് എന്നുള്ള രീതിയിൽ സ്മൈല് കൊടുത്തു. അപ്പൊ എന്താണ്, അവിടെ നമ്മൾ സംസാരം ഒന്നും വന്നിട്ടില്ല, പക്ഷെ എന്താണ്, ഒരു ഇൻഫോർമേഷൻ അവിടെ പാസ്സായി പോയി. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത്. ഇപ്പം ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ ഇല്ലേ, എന്തത്, എനിക്ക് ക്വസ്റ്റ്യനിങ് ആണെങ്കിൽ, അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് നോൺ വെർബൽ ജെസ്റ്റേഴ്സ് വഴി, എന്താണ് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആക്ഷൻസ് വഴിയാണ് എന്തുണ്ടാവുക, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, ഒന്നുകിൽ സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ എഴുത്തുകൊണ്ട്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സ്പീക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്, ഒരു മോഡാണ് എന്ത്, വെർബൽ ആൻഡ് നോൺ വെർബൽ. ദെൻ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ബാരിയേഴ്സ് എന്ന് പറയുന്ന തടസ്സങ്ങൾ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക നോക്കാം. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്തൊക്കെയാ നോക്കാം. ചിലപ്പോൾ ഈ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മിസ്പ്രൊനൗൺസ് ചെയ്തത്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് വരാത്തത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് എന്തിൽ വരിക, സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരിക. സിമ്പിൾസ് വിത്ത് ഡിഫറെന്റ് മീനിങ്, ഒരേ സാധനത്തിൽ തന്നെ ഡിഫറെന്റ് മീനിങ് ഉണ്ടാകും. മനസ്സിലായോ? ചിലപ്പോൾ അത് ചില ടോണിൻ്റെതാ, ഇപ്പൊ വരാം, ഒന്നെങ്കിൽ ഇപ്പൊ വരാം എന്ന് പറയുന്നത് ദേഷ്യത്തിന്റെ പുറത്ത് പറയണേ, നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ, ഇപ്പൊ വരാം, ഇപ്പൊ വരുമല്ലോ എന്നുള്ള ആ ഒരു ഹോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ വരാം, ചിലപ്പോൾ അത് വരാൻ സാധ്യത ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ്. സിമ്പിൾസ് വിത്ത് ഡിഫറെന്റ് മീനിങ്. എ വേർഡ് മേ ഹാവ് ഡിഫറെന്റ് മീനിങ്സ്. ഫോർ എക്സാമ്പിൾ മിനിറ്റ്, അതായത് ഇപ്പോ ഞാൻ ഇപ്പൊ വരും, വെയിറ്റ് എ മിനിറ്റ്, ഐ വിൽ ബി കം ബാക്ക് ഇൻ എ മിനിറ്റ്, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പൊ മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചെറിയ ടൈമാണോ വലിയ ടൈമാണോ? ഈ ഒരു ടൈമിന്റെ കാര്യമാകുമ്പോൾ മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റും ഉണ്ട്, 60 മിനിറ്റും ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് മിനിറ്റ് ആണ് എന്താ അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണ്, ഇതാണ് സിമ്പിൾസ് വിത്ത് ഡിഫറെന്റ് മീനിങ്. എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ എന്തിനാണ്, നല്ലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാരിറ്റിനെ കളയണ സാധനം, അതായത് അതിന്റെ ഒരു തടസ്സം, ബാരിയർ ആണ് എന്ത്, സെമാൻറ്റിക് ബാരിയേഴ്സിൽ എന്താണ്, സിമ്പിൾ വിത്ത് ഡിഫറെന്റ് മീനിങ്. ഒരു കാര്യത്തിന് ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീനിങ് ഉണ്ടാവുക. അപ്പൊ ഒരു ഐ വിൽ കം ബാക്ക് ഇൻ എ മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ തിരിച്ചു വരാം. എത്ര മിനിറ്റ്, കുറെ മിനിറ്റ് ആണോ, കൂടുതൽ മിനിറ്റ് ആണോ, അല്ല കുറവാണോ, അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ്, barely expressed message. Same times the manager may use wrong words. Manager may omit needed words unintentionally. ചില സമയത്ത് എന്താണ്, ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുക. അപ്പൊ അതിൽ പറയേണ്ട ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പൊ എന്താണ്, ക്ലിയർ കട്ട് ആയിട്ട് എംപ്ലോയീസിനെ ഒമിറ്റ് എന്ന് ഒഴിവാക്കുക.
അപ്പൊ എന്താണ് അൺഇൻറ്റൻഷനലി, അത് അൺഇൻറ്റൻഷനൽ ആയിട്ടില്ല, ഓർത്ത് മീൻസ് കരുതി കൂട്ടിയിട്ട് ചെയ്യണതല്ല, അൺഇൻറ്റൻഷനൽ ആയിട്ട് എന്ത് ചെയ്യാം, അദ്ദേഹം വിട്ടുപോവുക പറയാന്. അപ്പൊ എന്താണ് ക്ലാരിഫൈ കിട്ടൂല. അപ്പൊ എന്താണ് എങ്ങനെ പറയാ, ഇന്നിപ്പോ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്, എല്ലാരും വരിക. അപ്പോ എല്ലാവരും കൺഫ്യൂഷൻ ആവും, എപ്പോഴാ വരണ്ട, ഉച്ചക്കാണോ വൈകുന്നേരമാണോ, ടൈം പറയില്ല. അപ്പൊ അദ്ദേഹം എന്താണ് ഇന്ന സമയത്ത് വരിക എന്നുള്ള ഒരു കാര്യം വിട്ടുപോയി. അപ്പൊ എന്താണ് ബെർലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, ആ എക്സ്പ്രസ് ചെയ്യുന്ന മെസ്സേജ് എന്താണ് ക്ലിയർ കട്ട് അല്ലാതെ പോവുക. ഏതെങ്കിലും ഒരു വാക്കോ അവിടെ സമയത്തിന് എത്തുക എന്നുള്ള, ഏത് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ആ ഒരു സമയം പറയാത്തത് കൊണ്ട് അതെന്താണ് ആ ഒരു മെസ്സേജ് കിട്ടുന്ന റിസീവർക്ക് എന്താണ് അത് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെന്താണ് ഫോൾട്ടി ട്രാൻസ്ലേഷൻ, ട്രാൻസ്ലേഷൻ തെറ്റായിട്ട് എങ്ങനെ മാനേജർ റിസീവ് ഇൻഫർമേഷൻ ഫ്രം ഹിസ് സുപ്പീരിയേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ഹിസ് സബോർഡിനേറ്റ്സ്. മാനേജർ ട്രാൻസ്ഫർ ഇറ്റ് ഫോർ all employees according to the level of understanding. The receiver of information make a faulty translation, it can be barrier the communication. അതെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സുപ്പീരിയർ ഒരു മാനേജർക്ക് എന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് എംപ്ലോയീസിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എത്തി. അപ്പൊ എന്താണ് ഇപ്പോ ഇതേപോലെ തന്നെ മാനേജറിന്റെ സുപ്പീരിയറിന്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ്, അത് അവിടെ നിന്ന് കിട്ടിയ സെയിം മെസ്സേജ് അതേ രീതിയിൽ താഴത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു സെമാന്റിക് ബാരിയർ ആണ്. Then unclarified assumption. Sometimes a sender takes it for granted that the receiver knows same basic thing. So the sender may communicate only about the major subject matter. This may be barrier of effective communication. Unclarified assumptions. For example, എന്നും എവിടെയാണ് ഒരു അവരുടെ മീറ്റിംഗ് ഹാളിലാണ്, മീറ്റിംഗ് ചേംബറിലാണ് നടക്കുക. അപ്പൊ എന്താണ് ഇപ്രാവശ്യം ചിലപ്പോ സുപ്പീരിയർ വിചാരിച്ചിട്ടുണ്ടോ മീറ്റിംഗ് ചേംബറിൽ വേണ്ട വേറെ എവിടെയെങ്കിലും ആവാം. പക്ഷെ എന്താണ് ഇതൊക്കെ അറിയല്ലോ, എല്ലാവർക്കും അറിയല്ലോ എന്നുള്ള രീതിയിൽ മാനേജർ എന്ത് ചെയ്യുക, അവരത് മനസ്സിലാക്കിക്കോളും, അവർക്ക് അതിനുള്ള നോളജ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ക്ലിയർ കട്ടായിട്ട് ക്ലാരിഫൈ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് മീറ്റിംഗ് ഉണ്ട് എന്ന് മാത്രം പറയാം. അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് അങ്ങോട്ട് എത്തുമല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്താണ് ഇതിൽ എങ്ങനെയാണ് പ്രശ്നം വരിക വെച്ചാൽ ആ എന്നും അല്ലാത്ത സ്ഥലത്താണ് മീറ്റിംഗ് വെക്കാന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും. കാരണം അത് ബുദ്ധിമുട്ടായത് എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് പോകാത്തോണ്ടാണ് ബുദ്ധിമുട്ടായത്. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇപ്പൊ നമ്മൾ സെമാന്റിക് ബാരിയേഴ്സ് ആണ്, എന്തെങ്കിലും എന്താണ് വേർഡ് സെന്റൻസ് സിമ്പിൾസ് ഒക്കെ എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യണ, റിസീവർ ഇന്റർപ്രറ്റ് ചെയ്യണ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണ ചെറിയ ചെറിയ രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഒരു സെമാന്റിക് ബാരിയേഴ്സിൽ പറഞ്ഞത്. ഇനി സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, സൈക്കോളജിക്കലി എന്തൊക്കെ തടസ്സങ്ങളാണ് വരിക? അപ്പിയസ് ബിക്കോസ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് റിസീവർ ഓർ ദ സെൻഡർ. അതായത് എന്താണ് ഇപ്പൊ ചില ആൾക്കാര് ഫിസിക്കലി അയാൾ ഓർഗനൈസേഷനിൽ അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് മുഴുവൻ വീട്ടിലാണ്, അല്ല മനസ്സ് മുഴുവൻ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ്. അപ്പൊ എന്താണ് ഒരു മെസ്സേജ് കിട്ടുമ്പോൾ നമുക്ക് അതുപോലെ ഉൾക്കൊള്ളാനോ അയാളുടെ ഒരു മെന്റൽ സ്റ്റേജ് വെച്ചിട്ട് എന്താണ് നമുക്കത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അബ്സെന്റ് ഉള്ള കാരണം എന്താവുക കമ്മ്യൂണിക്കേഷനിലെ ബാരിയർ. ലേക്ക് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധ ഇല്ലാതിരിക്കുക. നമുക്കറിയാം ശ്രദ്ധ ഇല്ലാതാവുമ്പോ എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കിട്ടൂല. ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു ബാരിയർ ആണ്. ദെൻ ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പോർ റിട്ടൻഷൻ, അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഇൻഫർമേഷൻ. ട്രാൻസ്മിഷൻ സക്സസീവ് ട്രാൻസ്മിഷൻ പാസസ് ത്രൂ വേരിയസ് ലെവൽ, ഒരുപാട് ലെവൽസ് കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് മെസ്സേജ് മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് ലെവൽസ് കൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻ അവിടെ ലോസാവും, ഇവിടെ ലോസാവും, ഇത്ര സ്റ്റേജിൽ ലോസാവും. അപ്പൊ എന്താണ് എന്ത് കിട്ടൂല, ഒരു പുവർ റിട്ടൻഷൻ ആണ്. തിരിച്ച് നമുക്ക് കിട്ടില്ല എന്താണ് ലോസ് ഓഫ് ഇൻഫർമേഷൻ, അവിടെ ഇൻഫർമേഷൻ ലോസ് ആവും. എന്താണ് പ്രീമെച്വർ ഇവാലുവേഷൻ. ചില ആൾക്കാരുണ്ട് പറയണ മുമ്പേ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാ, അയാൾ ഫോൺ വിളിച്ചാൽ ഇത് പറയാനാകും എന്നുള്ള ആ ഒരു മൈൻഡ്. അപ്പൊ എങ്ങനെയാണ് ദ റിസീവർ ഓഫ് ഇൻഫർമേഷൻ മേക്ക് എ ജഡ്ജ്മെന്റ് ബിഫോർ ലിസണിങ് ദി എൻറ്റർ മെസ്സേജ്. ചിലപ്പോൾ മെസ്സേജ് കേൾക്കണതിന്റെ മുമ്പേ തന്നെ എന്താണ് അയാള് ജഡ്ജ് ചെയ്യും. അല്ല മെസ്സേജ് കുറച്ച് കേൾക്കുമ്പോൾ തന്നെ ഇനി ഇയാൾ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം, ആ ഒരു മൈൻഡിൽ ഇരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താണ് പ്രീമെച്വർ ഇവാലുവേഷൻ, എന്താണ് ആ ഒരു സംഗതി പറഞ്ഞ് തീരുന്നതിന്റെ മുമ്പേ ഇവാലുവേറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ട് പിന്നെ ശ്രദ്ധിക്കൂല. അപ്പൊ അതെന്താണ് ഒരു ബാരിയർ ആണ്. ദെൻ ഡിസ്ട്രസ്റ്റ്, സെൻഡർക്കോ റിസീവർക്കോ തമ്മിൽ വിശ്വാസമല്ല. അപ്പൊ വിശ്വാസത്തിൽ ഇല്ലാത്ത ആൾക്കാർ എന്താണ് ഈച്ച് അതർ മെസ്സേജ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ സെൻസ്. അപ്പൊ എന്താണ് ഇയാൾ പറയണൊക്കെ മൊത്തം കള്ളാണ്, വെറുതെ എന്തിനാണ് കേൾക്കണം, ആ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് വരും. ബട്ട് ട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സെൻഡർ ആവട്ടെ റിസീവർ ആവട്ടെ ഇയാൾ പകുതി ഇത് ലെയർ കയറ്റി വിടുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എന്താണ് ആ ഒരു ബാരിയർ അവിടെ സംഭവിക്കും. ഓർ ഡിസ്ട്രസ്റ്റ്, ഇതാണ് എന്തിൽ വരുന്നത് സൈക്കോളജിക്കൽ
സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇതൊക്കെ അങ്ങനെ ഇയാളൊക്കെ വിശ്വസിക്കാൻ കൊള്ളു, അത് നമ്മളെ മൈൻഡ് സെറ്റാ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ അതെന്താണ് ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ബാരിയേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ ഒട്ടും സ്വാതന്ത്ര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു കാര്യം ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് മേലധികാരികൾക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ അത്യാവശ്യമായിട്ട് അർജന്റായിട്ട് ലീവ് ചോദിച്ചു, അപ്പോൾ ഇന്നാണ് ലീവ് വേണ്ടത്. അപ്പൊ എന്താണ്, അദ്ദേഹം ഇന്നലെ തന്നെ കൊടുത്തു 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് ഒരു ഡിലേ, ആ ഒരു എന്താ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനല് ഭയങ്കര ഡിലേ ആണ്. 2 ദിവസം പിടിച്ചു മേലേക്ക് എത്താൻ, മേലെന്ന് 2 ദിവസം പിടിക്കും അതിന്റെ റിസൾട്ട് വരണം. അപ്പൊ എന്താണ്, അതൊരു ഓർഗനൈസേഷണൽ ബാരിയർ ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു മൂവ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻസ് ഒക്കെ രീതിയിലാക്കാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്രക്കും അങ്ങനെയാണ്, അത്രക്കും വലിയ ഡിലേ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു ബാരിയർ ആണ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റേറ്റസ്, മാനേജർ ഈസ് എ ഹയർ റാങ്ക് മേ നോട്ട് പാസ് ഓൺ ആൾ ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ഓഫ് ലോവർ റാങ്ക്സ്. അതായത് എന്താണ്, മാനേജർ ഹയർ റാങ്കിലുള്ള ആളാണ്, ഹയർ പൊസിഷനിലുള്ള ആളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ താഴെക്കടയിലുള്ള ആൾക്കാരോട് അങ്ങനെ ഒരു മൈൻഡുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഒരു ഒറ്റ ടീമായിട്ട് ഒറ്റക്കപ്പലിലെ യാത്രക്കാരെന്നൊക്കെയാണല്ലോ പറയാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകും. ചില ആൾക്കാരുണ്ട്, ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് അതിന് മാത്രം ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ല എന്നൊക്കെ ആ ഒരു മൈൻഡുള്ള ആൾക്കാര് എന്താണ്, അപ്പൊ ആ കമ്മ്യൂണിക്കേഷനൊക്കെ എന്താണ് ഒരു തടസ്സപ്പെടും അവിടെ, ആ ഒരു കാരണം കൊണ്ട്. ദെൻ ഓർഗനൈസേഷണൽ പോളിസീസ് എന്താണ്, ആൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റീറ്റൻ ദ ലെവൽ ഓഫ് ടോപ്പ് ഓഫീസേഴ്സ് ഓൺലി. എല്ലാ ഇൻഫർമേഷനും ടോപ്പ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് മാത്രമാണ്, വേറെ എന്താണ് സബോർഡിനേറ്റ്സിന് ഇല്ല. ദെൻ ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് എമംഗ് ആൾ പേഴ്സൺ വർക്കിംഗ് ഓർഗനൈസേഷൻ. എന്താണ്, ഒരു ഓർഗനൈസേഷൻ തമ്മിൽ എന്താണ് പ്രത്യേകിച്ച് ഒരു ബോണ്ടോ കാര്യങ്ങളില്ല. ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് അവിടുത്തെ ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ് ടോപ്പ് ഓഫീസിന്റെ അടുത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കാൻ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലാവുമ്പോൾ അപ്പോഴും എന്താണ് ഇൻഫർമേഷൻ ഒക്കെ ടോപ്പ് മാനേജേഴ്സ് മാത്രമാണ് കീപ്പ് അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും ഒരു ഓർഗനൈസേഷണൽ ബാരിയർ ആണ്. ദെൻ കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിലുള്ള കോംപ്ലക്സിറ്റി എങ്ങനെയൊക്കെയാണ്, number of managerial levels, there will be a delay in communication, information get distorted before it reaches the receiver. അതായത് ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഇന്ന പൊസിഷന്റെ മേലെ ഇന്ന പൊസിഷനിലുള്ള ആള്, അതിന്റെ മേലുള്ള ആള്, അതിന്റെ മേലുള്ള അങ്ങനെ കയറിപ്പോവും. ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചവറ് പോലെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. അപ്പൊ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പോകും, ഒന്ന് അപ്പുറത്തേക്ക് പോകും, ഒന്ന് അങ്ങനെ പോകും. ഒരു ലെവൽ ഓഫ് ഒരു സ്ട്രക്ചർ കിട്ടാതാവുമ്പോൾ എന്താണ് ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും അതൊക്കെ ബാധിക്കും. ദെൻ പേഴ്സണൽ ബാരിയേഴ്സ് എന്താണ്, വ്യക്തിപരമായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞത് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ് സൈക്കോളജിക്കൽ ബാരിയർ. ഇപ്പൊ എന്താണ് വ്യക്തിപരമായിട്ടുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്, തടസ്സങ്ങൾ. ഫിയർ ഓഫ് ചലഞ്ച് ഓഫ് അതോറിറ്റി. ചില കാര്യങ്ങൾ നമുക്ക് ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ, നമ്മളെ സുപ്പീരിയേഴ്സിനോട് പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഫിയർ ആണ്, പേടിയാണ്, ചലഞ്ച് ചെയ്യാനുള്ള, അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയാനുള്ള ഒരു പേടി ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സബോർഡിനേറ്റ്സ് ഞാന് അവരുടെ അത്ര വിവരമൊന്നും ഇല്ലാത്ത ആളാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞാല് അത് തെറ്റാവോ, പിന്നെ എല്ലാവരും ഒരു കോൺഫിഡൻസ് കമ്മി. അപ്പൊ ആ ഒരു കാര്യത്തിനാണ് എന്ത് പറയാ, ഈ ഒരു ബാരിയർ ആണ് പേഴ്സണൽ ബാരിയർ. ദെൻ അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ ചിലപ്പോൾ പറയും എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അഭിപ്രായങ്ങളോ ഉണ്ടോ എന്നുണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പറയാനൊരു നമുക്കൊരു മുന്നിട്ട് ഇറങ്ങാനുള്ള ആ ഒരു പേഴ്സണൽ ബാരിയർ. ദെൻ എന്താണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെന്റീവ്സ്. ആർക്കാണെങ്കിലും എന്താണ് lack of incentives to subordinates can be reason why their suggestions are not given any importance. ഇപ്പൊ എന്താണ് അവര് സജഷൻ ചെയ്തു, പക്ഷെ അതിനൊന്നും ഒരു പുല്ല് വിലയാണ്, അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച് എന്താണ് ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒന്നും ആ ഓർഗനൈസേഷനിലേക്ക് വരുന്നില്ല. അങ്ങനെയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യം ഇങ്ങനെ ചോദിക്കുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഷർമെന്റ് ആക്ഷൻസ് എടുക്കുകയൊന്നും ചെയ്യില്ല. അപ്പൊ എന്താണ് ആ ഒരു ടൈപ്പ് ഓഫ് ബാരിയറും ഇതിലുള്ളതാണ്. ദെൻ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബാരിയറിനെ നമുക്ക് ഓവർകം ചെയ്യാം, പുറത്തേക്ക് എടുക്കുക എന്നൊക്കെ പറയില്ലേ, എങ്ങനെയൊക്കെയാണ് ചെയ്യാം. കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ് എല്ലാവരും ഒന്നും ജസ്റ്റ് ഒന്ന് ഇന്ന സംഭവങ്ങളൊക്കെ ആണ് ഡിസ്കസ്, അതായത് പ്രെജുഡൈസ് ചെയ്യാതിരിക്കണം, പ്രീജഡ്ജ് ചെയ്യാതിരിക്കണം. ഇയാൾ എന്നും വന്ന ഇതേ പറയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ. അതിന് മുമ്പ് ഇന്ന കാര്യങ്ങളാണ് ഇതിൽ ടോപ്പിക്, അപ്പൊ എല്ലാവരും ഒന്ന്
അറ്റൻഷൻ ആയിട്ട് ഇരിക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം. ദെൻ കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ. റിസീവറിന്റെ നീഡ് എന്താണ്, ആവശ്യം എന്താണെന്നുള്ളത് മാത്രം സംസാരിക്കുക. അഡ്ജസ്റ്റ് ടു സ്യൂട്ട് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റലിജൻസ് ഓഫ് റിസീവർ. അദ്ദേഹത്തിന്റെ ബുദ്ധിക്കും എഡ്യൂക്കേഷനും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താലല്ലേ കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, വെറുതെ ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവാതെ നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പൊസിഷന് കാര്യങ്ങൾ മനസ്സിലാവുക, ഇന്റലിജൻസ് സ്കില്ലൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാം, ഈ ഒരു തടസ്സങ്ങൾ നമുക്ക് നീക്കാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. ദെൻ ക്ലാരിഫൈ ദ ഐഡിയ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ എന്താണ്, ഐഡിയ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യമാണ് പറയാൻ പോണത്, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുന്ന ആള് എന്താണ്, പ്രത്യേകിച്ചും ഇന്ന കാര്യത്തേക്കാണ് എത്താൻ പോവാന്നുള്ള ഒരു ക്ലിയർ റൂട്ട് എങ്ങോട്ടാന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ചില നോവലൊക്കെ വായിക്കുമ്പോൾ ഒരു 100 പേജ് കഴിഞ്ഞാലും ഈ ഒരു കഥ എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നോവൽ എങ്ങോട്ടാ പോണത് നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെയാണ് എന്ത്, ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവണില്ല, അതേപോലെ നമ്മൾ ഇരിക്കും. പിന്നെന്താണ്, ഗുഡ് ലിസണർ. മാനേജർ ഷുഡ് അറ്റൻഡ് ആൻഡ് ലിസൺ പേഷ്യൻലി ടു എംപ്ലോയീസ്. എംപ്ലോയീസിനെ കേട്ടോണ്ടിരിക്കണം. അതായത് ആ ഒരു, ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോ ചില രീതിയിൽ നമ്മൾ സജഷൻസ് ഒന്നും എടുക്കില്ല, എംപ്ലോയീസിന് സജഷൻ ഒന്നും എടുക്കൂല. ടോപ്പ് അല്ലെങ്കിൽ മാനേജേഴ്സ് അവർക്ക് തോന്നിയ പോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ എന്താണ്, നല്ലൊരു ലിസണർ ആവുക. മാനേജർ എംപ്ലോയീസിന്റെ പരാതികളോ പരിഭവങ്ങളോ അല്ലെങ്കിൽ പുതിയ സജഷൻസ് ഒക്കെ നല്ല കേട്ടിട്ട് ഇരിക്കുക നല്ല രീതിയിൽ. അപ്പൊ എന്താണ്, ആ എംപ്ലോയീസിന് സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു കാര്യം കിട്ടും. അപ്പൊ എന്താണ്, അങ്ങനെ എന്ത് ചെയ്യാം, ബാരിയർ ഓവർകം ചെയ്യാം. ദെൻ പ്രോപ്പർ ഫീഡ്ബാക്ക്. ഇപ്പൊ എന്താണ്, ഫീഡ്ബാക്ക് കംപ്ലീറ്റ് ഓൺലി വെൻ ദ മെസ്സേജ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. ഒരു റിസീവർക്ക് ആ ഒരു കാര്യം മനസ്സിലായി എന്നുള്ളതാണ് ഫീഡ്ബാക്ക്. അപ്പൊ തിരിച്ചെന്തായാലും പറയും, ഇന്നത് മനസ്സിലായി, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രോപ്പർ ഫീഡ്ബാക്കും കൂടി നമ്മൾ കിട്ടുക. ഞാൻ എന്താണ്, ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്തിട്ട് കിട്ടാനുള്ളത് കിട്ടി, ഇനി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നാ പറ്റുമോ, ഇല്ല. അത് എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് വരിക. പിന്നെ എന്താണ്, യൂസ് ഓഫ് ഇൻഫോർമൽ ചാനൽസ്. ഇപ്പോൾ എപ്പോഴും ഫോർമലായിട്ട് നിന്നാൽ ആൾക്കാർക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും, അയാള് അടുക്കാൻ പറ്റൂല, അത്രക്കും ഭയങ്കര പവർ അങ്ങനെയൊക്കെ തോന്നില്ല. പക്ഷെ ഇൻഫോർമൽ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒന്നും കൂടി ഫീൽ ഫ്രീ ആണ് അദ്ദേഹത്തിനോട് എന്ത് സംസാരിക്കാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയും കൂടി ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ബാരിയേഴ്സ് എന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എന്താണ്, സൂപ്പർവൈസർ പറഞ്ഞു. അപ്പൊ സൂപ്പർവിഷൻ എന്താണ്, ഒന്നിങ്ങനെ വിഷൻ ചെയ്തിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് എന്ത്, സൂപ്പർവൈസർ. എന്താണ്, സൂപ്പർവൈസറിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ക്ലാരിഫൈസ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരുപാട് പറഞ്ഞു, ഇൻഫർമേഷൻ ഒക്കെ ക്ലാരിറ്റി കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുക. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സിന്റെയും അതേപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റിന്റെയും ടോപ്പ് ആയിട്ടുള്ള നിൽക്കണേയും വർക്കേഴ്സിന്റെയും ഇടയിലുള്ള എന്താണ്, ഒരു ലിങ്ക് ആണ്. ആ ഒരു ടോപ്പ് മാനേജേഴ്സിന്റെ ന്യൂസസ് ഇൻസ്ട്രക്ഷൻസ് ഓർഡേഴ്സ് ഒക്കെ ആര് വഴിയാണ്, എംപ്ലോയീസ് വർക്കേഴ്സ് എത്തുക, ഈ ഒരു സൂപ്പർവൈസർ വഴിയാണ്. ദെൻ ക്രിയേറ്റിംഗ് ഐഡിയൽ അറ്റ്മോസ്ഫിയർ. നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ. അതായത് എങ്ങനെ, എംപ്ലോയീസിന് ഇന്നതൊക്കെയാണ് ആവശ്യം എന്നുള്ളത് തിരിച്ചും മേലേക്ക് അങ്ങോട്ടും ടോപ്പിനും ഉള്ള കൊടുക്കണം. ആ ഒരു ക്രിയേറ്റിംഗ് ഐഡിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എംപ്ലോയീസിന് വേണ്ടത് എന്നൊക്കെയുള്ള അപ്പൊ ഒരു ഐഡിയ ടോപ്പ് മാനേജറിന് കിട്ടും. എങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസിന്റെ ഒരു ചാഞ്ചാട്ടം എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. ഗൈഡിങ് ദി വർക്കേഴ്സ്. എങ്ങനെ, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഗൈഡ് ചെയ്യാം. ടൂൾസ് ഒക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. മീൻസ് അവർക്ക് എന്തെങ്കിലും മെഷീനറി ആണ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എല്ലാ പാർട്സും അവൈലബിൾ ആണോ, ഏതെങ്കിലും റോ മെറ്റീരിയൽസിന്റെ കുറവുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് നോക്കുക. ക്വാളിറ്റി ഔട്ട്പുട്ട്, ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, നല്ല ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് പുറത്തുണ്ടാക്കുക. ദെൻ ഫീഡ്ബാക്ക് അബൌട്ട് ദ വർക്കേഴ്സ് വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫർദർ ഇംപ്രൂവ് ദർ പെർഫോമൻസ് ഇൻ ഫ്യൂച്ചർ. എന്താണ്, ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫ്യൂച്ചർ സെറ്റ് ആക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് സൂപ്പർവൈസറിന്റെ ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ ചെയ്താൽ പോരാ, കുറച്ചും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു വർക്കറിന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടും, നെക്സ്റ്റ് ടൈം ഒന്നും കൂടി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നേരെ തിരിച്ചും, ഇന്ന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് ഇത് ചെയ്യാൻ, അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് സൂപ്പർവൈസർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, സജസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഏതെങ്കിലും ടൈപ്പിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എംപ്ലോയീസിന് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി എന്താണ് സജസ്റ്റ് ചെയ്യുക ടോപ്പ് മാനേജേഴ്സിന്. മോട്ടിവേഷൻ. ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ആരും എന്താണ് പണിയെടുക്കൂല. അപ്പൊ എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്തൊക്കെയാണ്, ബോണസ്, കമ്മീഷൻ കിട്ടുക. നോൺ ഫിനാൻഷ്യൽ എന്താണ്, അപ്രീസിയേഷൻ, ഗ്രോത്ത്. ഇതൊക്കെയാണ് എന്ത്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. ഇതെന്താണ്, ഈ ഒരു മോട്ടിവേഷൻ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ടാകും. ഡിമോട്ടിവേഷൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, എന്താണ്
മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് മെൻ, മണി, മെറ്റീരിയൽസ്. എന്താണ് മാക്സിമം യൂട്ടിലൈസേഷൻ? മാക്സിമം അത് ഉപയോഗിക്കുക. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ? മെൻ, വർക്കേഴ്സിനെ, അതേപോലെ തന്നെ മണി ആൻഡ് മെറ്റീരിയൽസ്. ഇപ്പൊ റോ മെറ്റീരിയൽസ് കുറച്ച് സാധനങ്ങളുണ്ട്, നമ്മൾ കുറച്ച് അതിന് മാക്സിമം എത്രയാണ് എഫക്റ്റീവ് യൂസ് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റോ മെറ്റീരിയൽ, മാക്സിമം നമുക്ക് അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അല്ല ഒരു വർക്കേഴ്സിന് എടുത്തിട്ട് മാക്സിമം എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മൊറലുണ്ട്, എത്തിക്സ് ഉണ്ട്, അതേപോലെ തന്നെ അവർക്ക് എന്താണ് പല കമ്മീഷൻസ് ഉണ്ട് അവരുടെ സേഫ്റ്റിനനുസരിച്ചിട്ട്. ഇങ്ങനെ ചൂഷണം ചെയ്യാതെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ടൈമിൽ എത്രത്തോളം നമുക്ക് നമ്മളെ ഓർഗനൈസേഷൻക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റും. മണി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പർച്ചേസ്, സെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളതാണ് മോട്ടിവേഷൻ കാര്യത്തിൽ പറയുന്നത്. എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് വിൽ റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെന്റീസം. എംപ്ലോയീസിനൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു? ഫിനാൻഷ്യലി, നോൺ ഫിനാൻഷ്യലി, ബോണസ് കൊടുത്തിട്ട്, കമ്മീഷൻ കൊടുത്തിട്ട്. കമ്മീഷനൊക്കെ എങ്ങനെയാണ് ഇത്ര അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്മീഷൻ. അപ്പൊ എന്താണ് എംപ്ലോയീസിന് സ്വാഭാവികമായിട്ടും എന്ത് വരും? ഇന്നത് അച്ചീവ് ചെയ്യണം എന്നാലേ എനിക്ക് അത് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ എന്താണ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയിന്റെ കൊഴിഞ്ഞു പോക്ക്, പിരിഞ്ഞു പോക്ക്, അതേപോലെ തന്നെ എന്താണ് അബ്സെന്റീസം, ലീവ് ആവലൊക്കെ എന്താണ് അവിടെ നിൽക്കും. എന്താണ് motivation fosters a sense of belonging among the employees towards the organization and also improve their morale. എന്താണ് sense of belongingness among the employees towards the organization also improve their morale. ഒരു മൊറയിലായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള മൊറയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു സെൻസ് ഉണ്ടാവും അവർക്ക്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ എന്താണ് ഇംപ്രൂവ് ദെയർ മൊറയിലാണ്. ദെൻ motivation helps in reducing the number of complaints and grievances. ദ വേസ്റ്റേജ് ആൻഡ് ആക്സിഡന്റ് റേറ്റ് ആൾസോ കം ഡൗൺ. ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് നല്ല രീതിയിൽ നല്ല ഗൈഡൊക്കെ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കംപ്ലൈൻറ്റ്സ്, അതേപോലെ തന്നെ ഏതെങ്കിലും ടൈപ്പിലുള്ള ഗ്രീവിയൻസ്, അതേപോലെ തന്നെ വേസ്റ്റേജ് ആൻഡ് ആക്സിഡൻസ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും. പ്രോപ്പർ മോട്ടിവേഷൻ ടെക്നിക്സ് മാനേജ്മെന്റ് ക്യാൻ അട്രാക്ട് കോമ്പറ്റന്റ് ആൻഡ് ബെസ്റ്റ് സ്കിൽഡ് എംപ്ലോയീസ്. നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നല്ല സ്കിൽഡും അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് നമുക്ക് അയാളൊക്കെ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്ത് ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഹോൾ ഓർഗനൈസേഷൻ തന്നെ ഉപകാരം വരുന്നല്ലോ. സ്കിൽഡ് ആയിട്ടുള്ള നല്ലൊരു പവർ ആയിട്ടുള്ള കീ ഏരിയ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാന്നുണ്ട്? എങ്ങനെയൊക്കെ? There is no hard and fast rule of motivating individuals. Not all individuals are motivated in the same way. Then, however, on the basis of a lot of research done in field, following must be kept in mind. Motivating employees have some needs their own wants are to feel free while directing. Essential answer any kind of unfulfilled needs of individuals can be taken. ഇപ്പോൾ ഈ ചില ഓർഗനൈസേഷനിലൊക്കെ ഇങ്ങനെ ഉണ്ടാവലുണ്ടല്ലോ, ഒന്നായിട്ട് എല്ലാവരും കൂടിയും ഒരു ട്രിപ്പ് പോകാതെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ കൊടുക്കുക. ഇവിടെ നിന്നാൽ ഈ ഓർഗനൈസേഷനിൽ നിന്നാൽ അതെന്താണ് നല്ലൊരു ഹെൽത്തിനും കൂടി നല്ല രീതിയിലുള്ളൊരു മോട്ടിവേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പുഷ് ചെയ്തിട്ട് ആരും നമ്മൾ പണിയെടുപ്പിക്കണില്ല, ഒരു ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താണ് അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. ദെൻ മാസ്ലോസ് ഹയറാർക്കി നീഡ്സ്. നമുക്ക് എന്താണ് നമ്മളെ ആവശ്യത്തിനാണ്, എല്ലാവരും ഒരേപോലെ മോട്ടിവേറ്റ് ആവണമെന്നില്ല. അപ്പൊ എന്താണ് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് മോട്ടിവേറ്റ് ആവേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ നീഡ്സ് എന്ന് മാസ്ലോസ് ഹയറാർക്കി തിയറിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിക്കൽ നീഡ്സ്, ഒരാൾക്ക് സൈക്കോളജിക്കൽ എന്തൊക്കെ നീഡ്സ് ഉണ്ട്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, നല്ല ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഇതാണ് ഒരാളുടെ സൈക്കോളജിക്കൽ ബേസിക് ആയുള്ള ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ നീഡ് ഇതാണ്. അപ്പൊ ഈ ഒരു നീഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് ഇന്ന നമുക്കെല്ലാം പൈസന്റെ കണക്കാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ സാലറിയിൽ ഉൾപ്പെടുത്തിയിട്ടല്ല. ഒരു നല്ലൊരു വസ്ത്രം പോലും വാങ്ങാനുള്ള അത്രക്ക് സാലറി ഇല്ല, അത്രക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോവോ? ഇല്ല. അപ്പൊ സൈക്കോളജിക്കൽ നീഡ് അതാണ്. ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. എന്താണ് സേഫ്റ്റി നീഡ്സ്? ഇൻക്ലൂഡ് നീഡ് ഓഫ് ഫിസിക്കൽ സേഫ്റ്റി ആൻഡ് എക്കണോമിക് സേഫ്റ്റി. ഫിസിക്കൽ സേഫ്റ്റി മീൻസ് ഫ്രം ആക്സിഡൻസ്, ഡിസീസ്, അതായത് വേരിയസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാൽ എന്താണ് ഒരു ഫിസിക്കലായുള്ള നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ് പാച്ചപ്പ് ചെയ്ത് പോകും. ദെൻ എന്താണ് എക്കണോമിക് റെഫേഴ്സ് ടു സേഫ്ലി ഓഫ് ലിവ്ലിഹുഡ്. നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് എക്കണോമിക്കലി ജീവിക്കാനുള്ള അത്യാവശ്യ സാമ്പത്തികവും കാര്യങ്ങളും നല്ല ലിവ്ലിഹുഡ് കൊണ്ട് എന്താണ് അതും ഒരു മനുഷ്യന്റെ ആവശ്യമാണ്. ദെൻ സോഷ്യൽ നീഡ്സ്. മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അനിമൽ ആണ്. എന്താണ് അദ്ദേഹത്തിന് എന്താണ് സൊസൈറ്റീസ് ഹോണറബിൾ ആയിട്ട് ഹോണറായിട്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് എന്തുവാണ് ഫ്രണ്ട്സ് വേണ്ടി വരും, റിലേറ്റീവ്സ് വേണ്ടി വരും, അദ്ദേഹത്തിന് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി വരും. ഇൻക്ലൂഡ് നീഡ് ഓഫ് ലവ്, അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ് എക്സെട്ര. ഇതും ഒരു മനുഷ്യന്റെ നീഡാണ്. ആ ഒരു നീഡിനനുസരിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ നമ്മളെ എംപ്ലോയീസിനെ
ഈ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഓർഗനൈസേഷനിൽ എന്നാലേ നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പോഴാണ് ഓർഗനൈസേഷന് എന്ത് വരെ ഇൻകം വരിക, നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ അതിനാണ് ഈ ഒരു നീഡ്സ് പറയുന്നത്. ദെൻ എസ്റ്റീം നീഡ്സ്. ദർ ആർ നീഡ്സ് ഓഫ് റെസ്പെക്ട്, റെക്കഗ്നേഷൻ. എസ്റ്റീം നീഡ്സ് ഓൾസോ നോൺ ആസ് ഈഗോ നീഡ്സ്. ഇപ്പൊ ചില ആൾക്കാർ ഈഗോ ഹേർട്ട് ആവാന്നൊക്കെ പറയല്ലോ, ഇന്ന കാറ് ഒക്കെയുള്ള ഒരു ഈഗോ, അന്ന് ഞാൻ വാങ്ങും, അത് നേടിയെടുക്കും എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് എസ്റ്റീം നീഡ്സും മനുഷ്യൻ്റെതായിട്ടുള്ളതാണ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആർ കൺസേൺ വിത്ത് ദ ഗ്രോയിങ് ഓഫ് വാട്ട് എ പേഴ്സൺ ഇസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡ് നീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് സെൽഫ് ഫുൾഫിൽമെന്റ്. ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നമുക്ക് അത്ര വല്ല എന്താവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ നമുക്ക് ഒരു 2 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ ആ പൊസിഷനിലേക്ക് എത്തും എന്നുള്ളത് മനുഷ്യന്റെ ഒരു ആവശ്യം എന്താണ്, അയാൾക്ക് ചിലപ്പോൾ അതിന് കേപ്പബിൾ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ നീഡാണ്. ഈ ഒരു നീഡൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്, മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് പറഞ്ഞു. ഇൻസെന്റീവ്സ് ഓക്കെ. അപ്പൊ പേ ആൻഡ് അലവൻസ്. ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ pay and allowance. Salary is basic monetary incentives of employees. Salary include basic pay plus DNS allowance. ഇതെന്താണ്? ഡി എ ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ DNS allowance, then ബേസിക് പേ. ഈ ബേസിക് പേ പ്ലസ് അലവൻസും കൂടി കൊടുക്കുക. എന്തിനൊക്കെ അലവൻസ്? കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അലവൻസ് കൊടുക്കുക, അതേപോലെ തന്നെ വെഹിക്കിൾസിന് അലവൻസ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് അലവൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കുക. ദെൻ ബോണസ് മീൻസ് ദ പേയ്മെന്റ് ടു എംപ്ലോയീസ് ടു അഡീഷൻ ടു ദ റെഗുലർ റെമ്യൂണറേഷൻ. സാലറിയിലേറെ കൂടുതൽ അഡീഷണൽ ആയിട്ട് എന്ത് കൊടുക്കുക, ബോണസ് കൊടുക്കുക. എങ്ങനെയൊക്കെ? ക്യാഷ് ആയിട്ട് കൊടുക്കാം, ട്രിപ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രിപ്സ് എടുക്കുക, റിസോർട്ടിക്ക് ഫോറിൻ കൺട്രീസ് ഒക്കെ ഉള്ള ട്രിപ്സ് ആയിട്ട് കൊടുക്കുക. ദെൻ കമ്മീഷൻ. സെയിൽസ് പേഴ്സൺ ഗെറ്റ് കമ്മീഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദർ സെയിൽ. സെയിലിന് അനുസരിച്ചിട്ട് എന്തുണ്ടാവും, കമ്മീഷൻ കിട്ടും. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ഇതൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ ആട്ടോ, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. പെർക്വിസൈഡ്സ്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, റെന്റ് ഇല്ലാതെ എന്ത് അയാൾക്ക് താമസം കൊടുക്കുക. ദെൻ എന്താണ്, കാറിന്റെ അലവൻസ് കാര്യങ്ങള്, സെർവന്റിനെ കൊടുക്കുക. ഇതൊക്കെ എന്താണ്, പെർക്വിസൈഡ്സ് ആണ്. ഇതൊക്കെ ഫിനാൻഷ്യൽ ആണ്. ഫിനാൻഷ്യലി ഉള്ള ഒരു ഇൻസെന്റീവ്സ് ആണ്. ഇതുവഴി മോട്ടിവേഷൻ ആവും ആൾക്കാർ. അപ്പൊ എന്താണ്, ഇനിയും ഇതിൽ നമ്മൾ കൂടുതൽ ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്താൽ അത് നമുക്ക് തന്നെയാണ് ഉപകാരം എന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റി വരും. ദെൻ എന്താണ്, നോൺ ഫിനാൻഷ്യൽ. ഫിനാൻഷ്യലി അല്ലാത്തത് എന്തൊക്കെയാണ്? കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് നമ്മൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ്. ദ റാങ്ക് ഓഫ് പേഴ്സൺ ഇസ് ഇൻ അൻ ഓർഗനൈസേഷൻ. ദ റാങ്ക് ഇസ് ലിങ്ക്ഡ് വിത്ത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി. അതായത് റാങ്കിന്റെ ബേസിൽ എന്താണ്, നമ്മൾ സ്റ്റാറ്റസ് കൂടുക. അപ്പൊ എന്താണ്, ഓരോ റാങ്ക് ഇപ്പൊ ചില ടാസ്കുകൾ ചെയ്ത് തീർത്താൽ റാങ്ക് കൂടിയിട്ട് നമ്മളൊരു സ്റ്റാറ്റസിന് മാറ്റം വരും. അപ്പൊ എന്താണ്, അതൊരു എസ്റ്റീമാണ്, ഒരു ഭയങ്കരമുള്ള ഒരു പ്രൗഡായിട്ടുള്ള ആ ഒരു ഫീൽ കൊടുക്കുക. ഞാൻ ഇവിടെ എന്തോ ആണ്. ഓരോ ഓർഗനൈസേഷനിലാകുമ്പോൾ വീണ്ടും നമ്മൾ എന്താണ്, നമ്മൾ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ദെൻ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് വാണ്ട്സ് ടു കൺസിഡർ an important part of organization. എംപ്ലോയി എപ്പോഴും എന്താണ്, ആ ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ഭാഗമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്താണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് എന്ത്, ആ ഒരു എംപ്ലോയീസിനൊക്കെ എന്ത് ഉണ്ടാവുള്ളൂ, ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. എല്ലാ കാര്യത്തിലും എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിന്റെ എല്ലാ കാര്യത്തിലും ഒരു ഓർഗനൈസേഷന്റെ എല്ലാ കാര്യത്തിലും എംപ്ലോയീസ് പണിയെടുക്കാൻ മാത്രം വെച്ചിട്ട് മാറ്റി നിർത്താതെ അവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് അവർക്കൊരു മോട്ടിവേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ലീഡർഷിപ്പാണ്. ഒരു ലീഡ് ചെയ്യുന്ന ഒരാളെയാണ് ലീഡർ എന്ന് പറയാം. അപ്പൊ എന്താണ്, അത് എപ്പോഴും പോസിറ്റീവ് മെന്റാലിറ്റി. കാരണം ഒരു ലീഡർ ഇങ്ങനെ തളർന്നിരുന്നാല് അയാളുടെ ടീം എന്താണ്, തീരും തളർന്നിരിക്കും. പിന്നെന്താണ്, അയാൾ ആരെയും എൻകറേജ് ചെയ്യണില്ല, മോട്ടിവേറ്റ് ചെയ്യണില്ല. ലീഡർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിന് എന്താണ്, അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ എന്താണ്, ഒരു ലീഡർഷിപ്പ് ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ഉണ്ട്. എന്താണ്, എ പേഴ്സൺ ഹു ഈസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ആൻഡ് മേക്ക് ദം ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻ ഇസ് കാൾഡ് എ ലീഡർ. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലീഡ് ചെയ്യാൻ, ഒരു ടീമിനെ തന്നെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര്, ലീഡർ. ഓക്കെ. He influences the people and inspires them to willingly accomplish the organizational objective. Main purpose of manager leadership is to willing cooperation. അതായത് എന്താണ്, ഇപ്പോൾ ഒരു ലീഡർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ രീതിയിൽ കൊണ്ടുപോകണം. അല്ല, ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും എന്താണ്, വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ നീഡ്സും പിന്നെ വാണ്ട്സും അതിന്റെ ഒരു എയിംസും ഒബ്ജക്റ്റീവും അനുസരിച്ചിട്ട് എല്ലാ വർക്കേഴ്സിനെയും ഒത്തൊരുമിച്ച് കൂട്ടി ഒരു കോപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് കൊണ്ടുവരേണ്ടത് ആരാണ്, ലീഡറാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നോക്കാം.
ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് ദസ് മേക്ക് ദം കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് ദ ബെനിഫിറ്റ് ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി എന്താണ് പീപ്പിളിന്റെ ബിഹേവിയറിനെ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും, ഒരു എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ലീഡർ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, നമ്മളൊരു ടീമായിട്ട് നമുക്ക് ലീഡർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ എന്താണ് നമ്മൾ മുന്നോട്ട് നീങ്ങും. ദെൻ വിത്ത് കണ്ടിന്യൂസ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്, ഒരു സപ്പോർട്ടും ഗൈഡൻസും ആണ്. എന്ത് ലീഡർ ഇങ്ങനെ ഒരു കസാരമേ ഇരുന്ന് ബാക്കിയുള്ള എംപ്ലോയീസ് എങ്ങനെ പണിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അത് എംപ്ലോയീസിന് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ പണിക്കാരെ പോലെ തോന്നും. അപ്പൊ എന്താണ് എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ലീഡേഴ്സ് ആർ ഏബിൾ ടു ബിൽഡ് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുക. ദെൻ ഇൻക്രീസിങ് സ്പീഡ് ആൻഡ് അക്യുറസി ആൻഡ് ഡിസീസിങ് വേസ്റ്റേജ്. അപ്പൊ എന്തുണ്ടാവും വേസ്റ്റേജ് ഇല്ലാതെ അതേപോലെ തന്നെ കൃത്യമായിട്ട് വിചാരിച്ച സ്പീഡിൽ അല്ലെങ്കിൽ ആ സ്പീഡ് കൂടുതലായിട്ട് തന്നെ എന്താണ് ആ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് വിത്ത് ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് എഫേർട്സ് ദ ലീഡർ ഈസ് ഏബിൾ ടു ബിൽഡ് എംപ്ലോയീസ് മൊറൽ വിത്ത് ഇൻ ടേൺ ഓഫ് കോൺട്രിബ്യൂട്ട് ടു ഹൈ പ്രൊഡക്ടിവിറ്റി. അതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? കോപ്പറേറ്റീവ് എഫക്റ്റീവും ഫ്രണ്ട്ലി ഒക്കെ ആയി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് മൊറൈൽ വിത്ത് ദ ടേൺ കോൺട്രിബ്യൂട്ട് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. ഒരു എംപ്ലോയീസിന്റെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. ദെൻ എന്തൊക്കെയാണ് ഒരു നല്ല ലീഡറിന്റെ ക്വാളിറ്റി നോക്കാം. എ ഗുഡ് ലീഡർ ഷുഡ് ബി പ്രൊഫഷണലി കോമ്പറ്റന്റ്. അത് എന്താണ് ഒരു ആരെങ്കിലും പിടിച്ചിട്ട് ലീഡർ ആക്കോ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് ആ ഒരു കാര്യത്തിൽ അദ്ദേഹം 100% പ്രൊഫഷണൽ ആകും, ഇന്റലിജന്റ്, ബുദ്ധിപരം, അനലിറ്റിക്കൽ, ഷീ ഹാവ് സെൻസ് ഓഫ് ഫെയർ പ്ലേ, റേഷണൽ തിങ്കിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഈസി വേ, അതേപോലെ തന്നെ എന്താ ഇപ്പോൾ ലെസ് ടൈം പീരീഡിൽ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കും. ഇൻക്ലൂഡിങ് ഹോണസ്റ്റി, സിൻസിയറിറ്റി, സിൻസിയർ ആയിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ മാനേജേഴ്സിന് കാണിക്കാൻ ഇങ്ങനെ പണിയെടുക്കണം, പിന്നെ വർക്കേഴ്സിനോട് ഭയങ്കര മോശം രീതിയിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കാണത് പ്രശ്നം, വേഗം ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതല്ല, ഭയങ്കര സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയിൽ സിൻസിയർ ആയിട്ട് ഇപ്പൊ ചെയ്യണത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ബോധത്തിൽ നിൽക്കുന്ന ആളാണ് നല്ലൊരു ക്വാളിറ്റി. ഹി മസ്റ്റ് പോസസ് ഇനീഷ്യേറ്റീവ്, പെർസീവറൻസ്, ബി ഡിലിജന്റ് ആൻഡ് റിയലിസ്റ്റിക് ഇൻ ഹിസ് ഔട്ട്ലുക്ക്. എന്താണ് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക അയാളാണ്. പെർസീവറൻസ് എന്താണ് അയാൾ ഇങ്ങനെ ക്ഷമിച്ചും കണ്ടും ഒക്കെ അയാൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അവിടെ ഒച്ച ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയല്ല, ഒക്കെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടാൻ പറ്റും. ഡിലിജന്റ് ആയിട്ട്, റിയലിസ്റ്റിക് ഇൻ ഹിസ് ഔട്ട്ലുക്ക് ആണ്. അങ്ങനെ എന്താണ് ഹി മസ്റ്റ് ഓൾസോ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹി സബോർഡിനേറ്റ്സ് എഫക്റ്റീവ്ലി. സബോർഡിനേറ്റ്സ് ആണ് വെച്ചിട്ട് സംസാരിക്കാതെ പറഞ്ഞ പണി ചെയ്തോട്ടെ എന്നുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഹ്യൂമൻ റിലേഷൻ സ്കിൽ ഏരിയ മസ്റ്റ് ഫോർ എനി ലീഡർ. എന്താണ് ഏതെങ്കിലും ഹ്യൂമൻ സ്കില്ല് വേണ്ട സ്ഥലത്ത് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റലിജന്റ് ആണ് അയാൾ, കോമ്പറ്റന്റ്, അപ്പൊ അയാളുടെ സ്കില്ല് അയാൾ അവിടെ ഇറക്കാൻ തയ്യാറാണ്. then എന്താണ് to get things done, manager have to influence their subordinates and seek their voluntary cooperation. If the leadership is not based on suitable behavior or style, they will not be successful. അതായത് എന്താണ് കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് ആർ ഇൻഫ്ലുവൻസ് ദെയർ സബോർഡിനേറ്റ്, സീക്ക് ദെയർ വോളണ്ടറി കോപ്പറേഷൻ. എന്താണ് നല്ല രീതിയിൽ നല്ലൊരു വ്യക്തിനോടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂട്ടുകൂടുക. അപ്പൊ എന്താണ് അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരും പൾസ് അറിഞ്ഞിട്ട്, എംപ്ലോയീസിന് പൾസ് അറിഞ്ഞിട്ട് അവിടെ സംസാരിക്കുക. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്താലാണ് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ടീമിന്റെ ഒരു വർക്ക് അത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡയറക്റ്റിംഗിൽ പറയുന്നത്.